കഴിഞ്ഞൊരു ദിവസം ഒരു ദിവസം തന്നെ പലയിടത്തു നിന്നായിട്ട് 3 കുട്ടികൾ കാണാൻ വന്നു. ഈ 3 കുട്ടികളുടെയും പ്രശ്നം ഒന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഒരു രസകരമായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ വന്നതിൻ്റെ പിന്നിലുള്ള കാരണം അവര് വീട്ടിൽ ഭയങ്കര വഴക്കാളികളായിട്ട് മാറി. അനുജനെ അല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ ചേച്ചിയൊക്കെ ഉപദ്രവിക്കുന്നു. ആരും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നക്കാരാണ് എന്ന രീതിയിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കുട്ടികളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, മാതാപിതാക്കളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികൾ അവരുടെ ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ മാതാപിതാക്കൾ എപ്പോഴും ഒരുപക്ഷെ ഒരേപോലെ തന്നെ ആയിരിക്കും അവരോട് നിൽക്കുന്നത്, ഒരേ കാര്യങ്ങൾ തന്നെയായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഒരു കുട്ടി 10 വയസ്സാകുമ്പോൾ ചേച്ചി ആയാൽ ഇളയാളാ 10 വയസ്സെത്തുമ്പോഴും അവൻ ഇളയതാണ്, അവൻ ചെറുതാണ്, അവനെ കൂടുതൽ കൺസിഡർ ചെയ്യൂ, കരുതൂ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഞാൻ ആ പ്രായത്തിൽ എനിക്ക് ആ കരുതൽ കിട്ടിയില്ലല്ലോ എന്ന രീതിയിൽ അവർ ചിന്തിച്ചു തുടങ്ങുന്നു. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവർ പല കാര്യങ്ങളിലും വാശിക്കാരായിട്ട് മാറുന്നതായിട്ട് കാണാം. എന്നോട് അങ്ങനെയല്ലല്ലോ അമ്മ പറഞ്ഞത്, അല്ലെങ്കിൽ എന്നോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന രീതിയിൽ ഞാൻ എന്തോ വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ചിലപ്പോൾ അനുജനും അനുജത്തിയൊക്കെ ഉണ്ടായ സമയത്ത് ആരെങ്കിലും വെറുതെ തമാശയ്ക്ക് ഇനി അവർക്ക് അവനെ മതി എന്ന് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവർ ഓർത്തു വെച്ചിട്ട് ഈ ഒരു വളരുന്ന പ്രായം എത്തുമ്പോഴേക്കും ഒരു റിബൽ ആയിട്ടുള്ള ഒരു നേച്ചർ, അച്ഛനോടും അമ്മയോടൊക്കെ ദേഷ്യവും, പറഞ്ഞാൽ അനുസരിക്കില്ല എന്നോ അല്ലെങ്കിൽ എപ്പോഴും സങ്കടവും, ഈ പല രീതിയിലാണ് ഇത് പുറത്തേക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരോടൊക്കെ, ഈ പാരൻസിനോടൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്: രണ്ടുപേരും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒറ്റയ്ക്ക് ഇവർക്ക് സമയം കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഒരാളുമായിട്ടൊന്ന് പുറത്തു പോവുക, അവരോട് കുറച്ചു നേരം സംസാരിക്കുക. അങ്ങനെ രണ്ടുപേർക്കും ഈക്വലി തന്നെ നമ്മുടെ സമയം, നമ്മുടെ ക്വാളിറ്റി ടൈം ഒറ്റയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ടത് വളരെ ആവശ്യമാണ്. അതിപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അച്ഛനായാലും അമ്മയായാലും ഇതേപോലുള്ള ഒരു ക്വാളിറ്റി ടൈം കുട്ടികളുമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ ഒരു പരിധി വരെ അവരെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ അമ്മയ്ക്ക് സമയമുണ്ടല്ലേ, അച്ഛന് സമയമുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ചെറിയ കുട്ടികൾ ചിലപ്പോൾ കുറച്ചുകൂടെ കുസൃതിക്കാരും അല്ലെ കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ടവരും ഒക്കെ ആവുമ്പോഴാണ് പലപ്പോഴും മൂത്ത ആളുകൾ ഇത് കാണുമ്പോൾ അവർക്ക് കിട്ടാതെ പോകുന്ന ശ്രദ്ധയും പരിഗണനയൊക്കെ ഉള്ളിൽ വെച്ച് ആ ഒരു സങ്കടത്തിലേക്ക് പോകുന്നത്. അത് ചിലപ്പോൾ പല രീതിയിലാണ് പുറത്തേക്ക് വരിക. ഒന്നുകിൽ ഒരു ഭയങ്കര ദേഷ്യക്കാരനായ വാശിക്കാരനായിട്ടുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ഒന്നും മിണ്ടാത്ത പാവമായി പോകുന്ന ഒരു കുട്ടിയൊക്കെ ആയിട്ട്, വളരെയധികം ഉൾവലിഞ്ഞു പോകുന്ന ഒരു കുട്ടിയായിട്ടൊക്കെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾ എത്ര പേരുണ്ടെങ്കിലും അവരൊക്കെ ഒരുപോലെ ആയിരിക്കും, പക്ഷെ അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ടൈം അതുകൂടി ഒരുപോലെ ആകാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള വഴക്കാളികളെ അല്ലെങ്കിൽ ഇങ്ങനെ ഉൾവലിഞ്ഞു പോകുന്നതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന കൊടുക്കാനും എവിടെയാണോ അവർക്കൊരു വിഷമം ഉണ്ടായത് ആ പോയിന്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പൂമ്പാറ്റകളെ പോലെ ചിരിച്ചുകൊണ്ട് പറയി നടക്കുന്ന കുഞ്ഞുങ്ങൾ, അത് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അത് നിലനിർത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ ഉള്ളൊരു അവസരമാണ്. അപ്പോൾ ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ കണ്ണിന് മുന്നിൽ നിന്ന് ഇവർ വളർന്നു പോകുന്നവരാണ്. അപ്പൊ ആ കുട്ടിക്കാലത്ത് എന്താണോ അവരുടെ കയ്യിലേക്ക് കിട്ടുന്നത്, അവർക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ, അവർക്ക് കിട്ടുന്ന പരിഗണനകൾ, അവർക്ക് കിട്ടുന്ന സ്നേഹം ഒക്കെ ഒരു വ്യക്തി എന്ന രീതിയിൽ അവരെ രൂപപ്പെടുത്തുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ശ്രദ്ധ കൂടി നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.